ന്യൂജേഴ്സി കേന്ദ്രമായ റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റിയും ഹിന്ദുത്വ സംഘടനകളും തമ്മിൽ ഇടയ്ക്കിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ഇന്നലെ അവിടെ ഒരു ചർച്ച നടക്കുകയുണ്ടായി, ഒരു അക്കാഡമിക് സമ്മേളനം. അതിൻ്റെ വിഷയം ആണ് പ്രശ്നം. വിഷയം ഇതാണ്: ഹിന്ദുത്വ ഇൻ അമേരിക്ക, എ ത്രെറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് റിലീജിയസ് പ്ലൂറലിസം. അതായത് അമേരിക്കയിലെ ഹിന്ദുത്വ അത് ഈ തുല്യാവകാശത്തിനും അതുപോലെ തന്നെ മതപരമായ വൈവിധ്യത്തിനും എതിരാണ്. അതേപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അധ്യക്ഷ സഹാർ അസീസ് പ്രൊഫസർ, അവരാണ് അതിനെ മോഡറേറ്റ് ചെയ്യുന്നത്. പിന്നെ നികേത മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു ഡോക്ടറൽ സ്റ്റുഡൻറ്റ്, പിന്നെ പ്രൊഫസർ ഓഡ്രി ട്രഷ്കെ, ഇത്രയും പേരാണ് പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോളേജിലെ ഒരു ക്യാമ്പസിൽ ഇവർ ചർച്ച ചെയ്തുകൊണ്ട് ഗുണമോ ദോഷമോ വരേണ്ടതില്ല. പക്ഷേ അതിൽ വലിയ ഒരു പ്രശ്നമായിട്ട് ഹിന്ദു സംഘടനകൾ അത് രംഗത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത്, ഈ ഹിന്ദു സംഘടനകൾ പറയുന്നത്, അത് COHNA അങ്ങനെയുള്ള സംഘടനകൾ പറയുന്നത് ഇത് ഹിന്ദു വിരുദ്ധമാണ്, ഹിന്ദുക്കളെ ആക്ഷേപിക്കാനുള്ളതാണ് എന്ന് മാത്രമല്ല, അവിടെ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം ഹിന്ദുക്കൾ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരെയൊക്കെ ടാർഗറ്റാക്കും, അവർക്കൊക്കെ ദോഷകരമായി തീരും. ഇല്ലാത്ത കാര്യങ്ങൾ, തെറ്റിദ്ധാരണകൾ പരത്തുന്നു. ഈ ജാതിയും ഹിന്ദുമതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അങ്ങനെ ആ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് പരത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണിത് എന്ന് പറഞ്ഞാണ് അവർ എതിർക്കുന്നത്. അപ്പം 2021 ഇതുപോലൊരു കോൺഫറൻസ് റട്ഗേഴ്സിൽ നടന്നുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നടത്താനായിട്ട് ഒരുങ്ങി. അന്ന് 53 യൂണിവേഴ്സിറ്റികൾ അതിന് അനുകൂലമായിട്ട് ആ കോൺഫറൻസിന് അതിൻ്റെ സഹകാരികളായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതും വിഷയം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിനെതിരെ ഹിന്ദു സംഘടനകൾ ഏതാണ്ട് 1.2 മില്യൺ ഇമെയിലുകളാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ആ കോൺഫറൻസ് നടന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോവുകയുണ്ടായി. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഇപ്രാവശ്യവും ഏകദേശം അതേ കഥാപാത്രങ്ങൾ, അതേ രീതിയിലുള്ള സമ്മേളനം. അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായ 2-3 കാര്യങ്ങൾ, ഈ ഹിന്ദു സംഘടനകൾ പറയുന്ന ഹിന്ദുത്വ എന്നതും ഹിന്ദു എന്നതും ഒന്നാണ് ഇതിൽ. അപ്പം ഈ സംഘാടകർ പറയുന്നത് ഹിന്ദു എന്നതും ഹിന്ദുത്വം എന്നതും രണ്ടാണ്. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം, അതിനെ ആർക്കും എതിർപ്പില്ല. നേരെ മറിച്ച് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഐഡിയോളജിയാണ്, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അപ്പോൾ അതിനെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് രാഷ്ട്രീയ ഐഡിയോളജി എന്ന് പറയുമ്പം BJP, RSS ഇതിനെയൊക്കെ അനുകൂലിക്കുന്നത്, ഇതൊക്കെയാണ് ഹിന്ദുത്വ. നേരെ മറിച്ച് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ആർക്കും ഹിന്ദുമതം, സാധാരണ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഹിന്ദുമതം, ഇത് രണ്ടും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് വ്യത്യസ്തമല്ല. ഇത് ഹിന്ദുമതത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ മറവിൽ ഹിന്ദുമതത്തെ ആക്രമിക്കുകയാണ് ഉദ്ദേശം. അത് ഹിന്ദുമതത്തെ കൊച്ചാക്കി ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്രയധികം ഒക്കെ വികാരം കൊള്ളേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് നമുക്കതങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം. അതായത് ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി പ്രൊഫസർ ഓഡ്രി ട്രഷ്കെയാണ്. അപ്പോൾ ഈ ഓഡ്രി ട്രഷ്കെ, അവർക്കെതിരെ ഹിന്ദു സംഘടനകൾ അവരുടെ പുസ്തകത്തിനോ അവരുടെ പ്രബന്ധത്തിനൊക്കെ എതിരെ ഹിന്ദു സംഘടനകൾ അതിശക്തമായ പ്രചാരണവുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അവർക്കെതിരെ വധഭീഷണിയോ ബലാത്സംഗം ചെയ്യുമെന്നൊക്കെയുള്ള ഭീഷണികൾ വരെ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രഷ്കയോട് ഇത്ര വിരോധം തോന്നാൻ അവരെ ഒരു തവണ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഔറംഗസീബ് ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വില്ലനായിട്ടാണ് നമ്മളെല്ലാം കണക്കാക്കുന്നത്. ഹിന്ദുക്കളെ മുഴുവൻ ഉപദ്രവിക്കുകയും അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കുകയും കൊലപ്പെടുത്തുകയും മതം മാറ്റുകയും അങ്ങനെ അതിഹീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏറ്റവും വലിയ വില്ലനായിട്ടാണ് നമ്മളെല്ലാം മനസ്സിൽ കിടക്കുന്നത്. അപ്പം അതങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര വില്ലനല്ലായിരുന്നു എന്നാണ് ഇവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇവർ പറയുന്നത്, ഈ പ്രൊഫസർ ട്രഷ്കെ പറയുന്നത്, ഇദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയാൻ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് പല കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം പോയി ക്ഷേത്രങ്ങളൊക്കെ തകർക്കുന്നു. അപ്പോൾ ഇദ്ദേഹം മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. ഈ ഹിന്ദു രാജാക്കന്മാർ തന്നെ മറ്റ് ഹിന്ദു രാജ്യങ്ങൾ പിടിച്ചടക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തകർക്കുന്നത് അവരുടെയും ഒരു പതിവായിരുന്നു. അപ്പോൾ ഇതിൽ പുതുമയൊന്നുമില്ല. ഇങ്ങേര് മാത്രമല്ല ഇത് ചെയ്തിട്ടുള്ളത്, പലരും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇദ്ദേഹവും ചെയ്തിട്ടുള്ളതെന്നാണ് അവർ സമർത്ഥിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു അക്കാഡമിക്
ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യമാണ്. അതിനെപ്പറ്റി നമ്മൾ പിന്നെ വിവാദമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൽ നമ്മൾ രോഷം കൊള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഹൈന്ദവ സംഘടനകൾ എല്ലാം അതിനെതിരെ അതിശക്തമായിട്ട് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? കാരണം പലതും ഈ പുരാതന കാലത്തെ പല കാര്യങ്ങളും നമ്മൾ കാണുന്ന പോലെയല്ല. അത് പിന്നെ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് എതിരാവണമെന്നില്ല, നമ്മൾ വിചാരിക്കുന്ന അത്രേ ഉണ്ടാവണമെന്ന് ഇല്ല. അത് പല കാര്യങ്ങളിലുമുണ്ട്. ഇപ്പോൾ ശിവാജി മഹാരാജിനെ പറ്റി പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മുഴുവനും 100% അതുപോലെയല്ല. ചരിത്രം വ്യത്യസ്തമാണ്. ചരിത്രത്തിൽ മാറ്റങ്ങളും മറിച്ചിലുകളും എല്ലാം ഉണ്ട് എന്ന് കരുതി അവരുടെ മഹത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇപ്പോൾ ഗാന്ധിജിയെപ്പറ്റി നമ്മൾ പൊതുവിൽ പിന്നെ ലോകമെങ്ങും സമാരാധ്യനായ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റങ്ങളും തെറ്റുകളും ഇല്ലേ? എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ എതിർക്കുന്നവരില്ലേ? ഗാന്ധിജിയെ വധിച്ച ഗോഡ്സെയെ ആരാധിക്കുന്ന, പിന്നെ ഗോഡ്സെയ്ക്ക് വേണ്ടി ടെമ്പിൾ പണിയുന്നവരില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചരിത്രമായി കാണുക. ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞാൽ അതിൽ എത്ര കണ്ട് സത്യമുണ്ട് എന്നൊരു അന്വേഷണം നടത്താനുള്ളൊരു മനസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അതിനോടുള്ളൊരു വിരോധം, പിന്നെ ഈ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ അതിന് ഒരു വിരോധം ഉണ്ടാകുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. ഈ മതപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ അന്നത്തെ കാര്യം അത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല എന്ന് പറയാൻ, പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ തന്നെ ആകാവുള്ളൂ ചരിത്രം എഴുതാവൂ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതാവൂ എന്ന് ശഠിക്കുന്നത് ശരിയാണോ? അതുപോലെ തന്നെ ഹിന്ദുത്വവും ഹിന്ദുമതവും രണ്ടും ഒന്നാണെന്ന് പറയുന്നതും എത്ര കണ്ട് ശരിയാണ്? അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ക്രിസ്തുമതവും പിന്നെ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഏകദേശം അതേപോലെയല്ലേ അത്? അപ്പോൾ ഇതെല്ലാം വിവാദ വിഷയമാണ്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നും വികാരപരമായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളല്ല എന്നുള്ളതാണ് വസ്തുത. ഈ റഡ്ഗേഴ്സിൽ അവർ ഏതെങ്കിലും ഒരു റൂമിലിരുന്ന് 5-10 പേരിരുന്ന് ചർച്ച ചെയ്താൽ അത് ആരോരും അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ വിവാദമാകുമ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ആ ചർച്ചയ്ക്ക് അനുകൂലമായിട്ട് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ രംഗത്ത് വന്നു. ഇങ്ങനെ ക്രൈസ്തവ സംഘടനകളൊന്നും പിന്നെ ഇതൊന്നും അറിയാറില്ല, ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാറോ അതേപ്പറ്റി ചിന്തിക്കാറോ അങ്ങനെയുള്ളൊരു കാര്യമില്ലാത്തത് കൊണ്ട് അവരാരും മിണ്ടിയിട്ടില്ല. പക്ഷേ പിന്നെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. ഇപ്പോൾ എങ്ങനെ ആ അമേരിക്കയിലെ നമ്മുടെ ഇന്ത്യക്കാർക്കിടയിൽ ആ ഒരു ഭിന്നത ഉണ്ടാക്കുന്നത് ശരിയല്ല. ഈ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെറിയതാണെന്ന് ആണ് എന്നെപ്പോലുള്ളവർക്ക് തോന്നുന്നത്. ഇനി അങ്ങനെയല്ല എന്ന് ഇവർ തോന്നുന്നെങ്കിൽ അതിന് നമുക്ക് ഒന്നും പറയാനില്ല. കാരണം ഒരു യൂണിവേഴ്സിറ്റിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യം അത്ര വലിയൊരു കാര്യമല്ല. ഇപ്പം ജോസഫ് സാറിൻ്റെ കൈവെട്ടിയതും അതുപോലെ ചെറിയൊരു കാര്യമായിരുന്നു എന്നുള്ളത് വിസ്മരിക്കുന്നുമില്ല. എന്തായാലും ഈ ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ചരിത്രത്തെ ചരിത്രമായി കാണുക. നമ്മളറിയാത്ത കാര്യങ്ങളും ചരിത്രത്തിലുണ്ട്, നമ്മളറിയുന്ന കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ രോഷം കൊള്ളേണ്ട കാര്യവുമില്ല.